ഓക്കെ. നമ്മളിനി ഇതിൻ്റെ ഊട്ടുപുരയിലേക്ക് പോവുകയാണ്. ഏകദേശം ചേട്ടാ എത്രത്തോളം ആളുകളുടെ ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കണേ? ഒരു ടൈമിൽ 400-ലധികം ആളുകളാണ് ഒരേ സമയത്ത് ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത്. ഏകദേശം എത്ര മണിക്ക് തുടങ്ങി? 12 മണിക്ക് തുടങ്ങി. ഇപ്പോൾ ഏകദേശം ഒരു 1:30 ആയി. രാത്രി വരെ ഈ ഫുഡ് ഐറ്റംസ്. അതാണ് ഇവിടുത്തെ ഒരു എന്തായിരുന്നു ചെയ്യുന്നത്? നമ്മളിവിടെ ഇവിടുത്തെ ജനപ്രതിനിധിയായിരുന്നു 5 വർഷം. ഇപ്പോഴും സേവന രംഗത്തൊക്കെ ഉണ്ട്, സംഘടനാ രംഗത്തൊക്കെ ഉള്ള ആളാണ്. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിന്റെ അയൽവാസി കൂടിയാണ്. നല്ലൊരു ക്രൗഡ് ഉണ്ടല്ലോ അല്ലേ ഇവിടെ? അത്രയും നല്ലൊരു ഒരുപാട് വിട്ടുന്നൊക്കെ ആളുകൾ ഭാഗത്തുനിന്നും ആളുകൾ നേരത്തെ അങ്ങനെ തന്നെയാണ് കാണുന്നതൊക്കെയാണ്. നാനാജാതി ആളുകളൊക്കെ പങ്കെടുക്കുന്ന ഒരു ഈ പ്രദേശത്ത് തന്നെ കോട്ടയിൽ കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കൂടുതൽ പങ്കാളികൾ പങ്കെടുക്കുന്ന ഒരു ഉത്സവം നമ്മളെ കാഴ്ചയിൽ ഇത് തന്നെയാണ് എന്നുള്ളതാണ് അഭിപ്രായം. വളരെ ഭംഗിയായിട്ട് എല്ലാ പ്രാവശ്യവും നടക്കാറുണ്ട്. പ്രത്യേകിച്ച് പൊതുജനങ്ങളുടെ സഹകരണത്തോടെ പ്രത്യേകിച്ച് ഒരു കമ്മിറ്റി ഒന്നും ഉണ്ടാക്കാതെ നടക്കുന്ന ഒരു ഉത്സവം എന്നുള്ള ഒരു പ്രത്യേക ഒരു ഉത്സവം തന്നെയാണെന്നാണ് അഭിപ്രായം. ഇവിടെ അടുത്ത് തന്നെ. ശരി, എന്താ പേരെന്താ? ഇനി മുഹമ്മദ്. ഹായ്, നമസ്കാരം. പ്രഭാകരൻ. ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം അച്ഛനാണ് കുട്ടിക്കോമരം. അപ്പം അച്ഛൻ്റെ കാലശേഷം ഞങ്ങൾ താവഴിയായിട്ടാണ്. പിന്നെ അച്ഛൻ്റെ അച്ഛൻ അവരൊക്കെ കോമരക്കാരായിരുന്നു. അത് താവഴിയായിട്ട് ഇങ്ങനെ വരുന്നതാണ്. ഇപ്പോൾ ക്ഷേത്രത്തിലെ മെയിൻ കോമരം ഏട്ടനാണ്, കൃഷ്ണൻകുട്ടി കോമരം. കൂടെ നമ്മളും ഉണ്ട്. എനിക്കാണ് ഇവിടുത്തെ സ്ഥിതി. ഏകദേശം എത്ര വർഷം ഇവിടെ ഉത്സവം തുടങ്ങിയിട്ട് ഒരു 45 വർഷത്തോളം. 45 വർഷം റെഗുലറായിട്ട് വരുന്നുണ്ട്. ഇതിന് മുന്നേ നമ്മളെ വേറൊരു ക്ഷേത്രത്തിലായിരുന്നു അച്ഛൻ. അവിടുത്തെ പൂജാരിയും കോമരൊക്കെ ആയിരുന്നു. അതിന് ശേഷം പിന്നെ ഇവിടെ തുടങ്ങിയിട്ട് 45 വർഷത്തോളം. ശരി. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാല് നാനാജാതി മതസ്ഥര് വരുന്നു അല്ലേ? വളരെ ദൂരം നിന്ന് വരെ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതെ അതെ, അതിലാണ് നിങ്ങൾ ഒരു പ്രയോറിറ്റി കൊടുക്കണേ അല്ലേ? ശരി. അത് തന്നെ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മാനവ ഇതിനു വേണ്ടി ഒരു നല്ലൊരു സന്ദേശമാണ്. അതാണ്. ഏതായാലും പിന്നെ ഇങ്ങനത്തെ ഒരു വളരെ അപൂർവമായിട്ടാണ് നമ്മൾ പൊതുവേ ഉണ്ട്. പക്ഷെ എന്നാലും ഇതിനാണ് ഒരു പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം എനിക്ക് അവിടുത്തെ സദ്യ കണ്ടപ്പോൾ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ. പേര് ചേട്ടൻ നമ്മൾ അറിയണാണ്, നമ്മളെ ചാനലിൽ കൊണ്ടുവന്നതാണ്. ഇത് ജാസ്റ്റനാണല്ലേ? ഓക്കെ. പേരെന്തായിരുന്നു? അശോകൻ. ഓക്കെ. പേര് നാരായണൻ. വിദ്യാഭ്യാസ രംഗത്ത് 7, 8, 9, 10 ഡെയിലി ക്ലാസുകൾ, +1, +2 ട്യൂഷൻ. 2024 ഏറ്റവും കൂടുതൽ
9 ഫുഡ് കഴിച്ചോ? 3 to 1. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായതെല്ലാം ഒരു കിഴി. Tiny Treasures. Tiny Treasures. Weekend Complex. ഒരു ആശംസകളോടെ